ഹായ് എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ അല്ലെങ്കിൽ ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാവുന്ന അടിപൊളിയായിട്ടുള്ള കോളിഫ്ലവർ പറാത്ത തയ്യാറാക്കാട്ടെ. അപ്പോൾ ഇതിൻ്റെ കൂടെ അങ്ങനെ കാര്യമുള്ള കറികളുടെ ആവശ്യമൊന്നുമില്ല. തൈരോ അല്ലെങ്കിൽ അച്ചാറോ അങ്ങനത്തെ കോമ്പിനേഷൻസൊക്കെ തന്നെ നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ഉള്ള ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള കോളിഫ്ലവർ തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു തണ്ടിൻ്റെ ഭാഗമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതായത് ഒരു ബ്ലാക്ക് കളറുള്ള കോളിഫ്ലവർ അല്ലെങ്കിൽ പുഴുവൊക്കെയുള്ള അങ്ങനത്തെ കോളിഫ്ലവറാണ് അധികം ഫ്രഷ് അല്ലാത്തതൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കട്ട് ചെയ്തതിന് ശേഷം ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അങ്ങനെ ഇട്ടിട്ടും ഇത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കോളിഫ്ലവറാണ്. ഇവിടെ വിൻ്ററിൻ്റെ സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കോളിഫ്ലവർ കിട്ടാറുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് തണ്ടിൽ നിന്നൊന്ന് അടർത്തിയെടുക്കാം. നല്ല ചെറിയ ഫ്ലോറൈറ്റ്സ് ആയിട്ട് അങ്ങനെയൊന്നും അടർത്തിയെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വലുതായിട്ട് തന്നെ അടർത്തി എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് അടർത്തിയെടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് പച്ചവെള്ളത്തിലൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുഴുണ്ടെന്ന് സംശയമൊക്കെ തോന്നണമെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം ഉപ്പിട്ടിട്ട് ഇട്ട് വയ്ക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഞാനിതിപ്പോൾ കണ്ടോ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. തണ്ടിൻ്റെ ഭാഗം വേണ്ട, അത് നമുക്ക് കളയാം, ആവശ്യമില്ല. ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കുക. ഇതിപ്പോൾ കഴുകിയെടുത്ത കോളിഫ്ലവർ നമുക്കിനി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഗ്രേറ്ററിൻ്റെ വലിയ ഹോളുള്ള ഗ്രേറ്റർ ഉണ്ടല്ലോ, അതിൽ കൂടെയാണ് ഗ്രേറ്റ് ചെയ്ത് എടുക്കേണ്ടത്. അതായിരിക്കും ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരിക കേട്ടോ. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ ആ ഒരു തണ്ടിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് വേണ്ട. ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഭാഗം മാത്രം മതിയാവും കേട്ടോ ഈ ഒരു റെസിപ്പിക്ക്. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈനായിട്ട് ഇപ്പോൾ ചോപ്പ് ചെയ്തെടുക്കണമെങ്കിൽ വെജിറ്റബിൾ ചോപ്പറിലിട്ടിട്ട് അങ്ങനെയാണെങ്കിലും ചെയ്യാം. ഇതായിരിക്കും ഒന്നും കൂടി നന്നായിട്ട് വരിക കേട്ടോ. നല്ല ചെറുതായിട്ട് തന്നെ വരണം. എന്നാൽ ചെറിയൊരു ക്രഞ്ചിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് വേണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നമുക്ക് നന്നായിട്ട് കൈവച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ. അതിന് ശേഷം ഇത് നമുക്കൊരു 10 മിനിറ്റ് സമയം മാറ്റി വയ്ക്കാം കേട്ടോ. അത് അവിടെ ഇരുന്നൊന്ന് റെഡി ആയിട്ട് വരട്ടെ. നമുക്കിത് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നല്ല ഡ്രൈ ആയിട്ടാണ് വേണ്ടത്. അതാണ് ഇതുപോലെ ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെവിടെ ഇരുന്ന് റെഡി ആയിട്ട് വരണ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട ആ ഒരു ഗോതമ്പ് പൊടി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കാം. ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കണത്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഉപ്പ് ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് തുടങ്ങാം. ഞാൻ കുറച്ച് വെള്ളം മാത്രം ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇനി നമുക്ക് കോളിഫ്ലവർ ഒരു 10 മിനിറ്റ് ആയി ഇപ്പോൾ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, വെള്ളമൊക്കെ ഒന്ന് പുറത്തോട്ട് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് നന്നായിട്ട് കൈവച്ച് പ്രസ് ചെയ്തൊന്ന് പിഴിയാട്ടോ. ഇതുപോലെ പിഴിഞ്ഞതിന് ശേഷം ആ ഒരു കോളിഫ്ലവർ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു കോളിഫ്ലവറിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടുന്നു അങ്ങനെ വിചാരിക്കേണ്ട. ഈ ഒരു വെള്ളം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം പിഴിഞ്ഞ് ഇതുപോലെ ഒന്ന് റെഡിയാക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കോളിഫ്ലവർ പറാത്ത അല്ലെങ്കിൽ ഗോബി പറാത്ത എന്നൊക്കെ പറയുമ്പോൾ വേറെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെയും തയ്യാറാക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ കോളിഫ്ലവർ മാത്രം ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോന്നിനും ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇതിനു മുമ്പ് വേറൊരു റെസിപ്പി കൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ നല്ല ഡ്രൈ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ വെള്ളം ഞാൻ ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ ഈ ആട്ട കുഴയ്ക്കണ സമയത്ത് ഈ ഒരു കോളിഫ്ലവറിൻ്റെ ആ ഒരു വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഉപ്പുണ്ട്. അതുകൊണ്ടാണ് ആദ്യം ഉപ്പ് ചേർത്തപ്പോൾ കുറച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി എന്ന് പറഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ ഉപ്പ് കൂടാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി സാധാരണ പച്ചവെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ അത്രയ്ക്ക് അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ട് കുഴക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഒരുപാട് സ്റ്റിഫായിട്ടും വേണ്ട, ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലായിരിക്കും കുഴക്കുന്നത് നന്നായിട്ട് വരും. ഒരുപാട് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഫില്ലിങ്ങൊക്കെ പുറത്തോട്ട് വരുന്നുണ്ടോ. അപ്പോൾ വെള്ളം ഒരുപാട് ഒഴിക്കാതെ കുഴച്ച് വേണം നമ്മളിത് സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു രീതിയിൽ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇനിയൊരു 15 മിനിറ്റ് ഇത് ഞാനൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ആ ഒരു സമയത്ത് ഒരു പാനിലേക്ക് ഞാനൊരു 1/4 കപ്പ് അളവിൽ അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ചമണക്കം മാറി വരണം കേട്ടോ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ റോസ്റ്റ് ചെയ്ത കടലമാവ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ കോളിഫ്ലവറിൻ്റെ ആ ഒരു മിക്സിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി നന്നായിട്ട് കൊത്തി എരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അതുപോലെ ഞാൻ ഒരു പച്ചമുളകാണ് ചേർക്കുന്നത്. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാട്ടോ, കൂടുതൽ സ്പൈസി ആവണമെങ്കിൽ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി,
പിന്നെ ഡ്രൈ മാംഗോ പൗഡർ അല്ലെങ്കിൽ ആംചൂർ പൗഡർ 1/2 ടീസ്പൂൺ അളവിൽ, ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിയില നല്ല ചെറുതായിട്ട് മുറിച്ചത്. അപ്പോൾ ഈ ഒരു മസാലപ്പൊടികളുടെ അളവൊന്നും ഒരുപാട് കൂടിപ്പോണ്ടാട്ടോ. അതായത് മൈൽഡായിട്ടുള്ള ഒരു ഫ്ലേവർ മാത്രമേ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളൂ. അതുപോലെ മല്ലിയിലൊക്കെ ആണെങ്കിലും നല്ല ഫ്ലേവർ കൊടുക്കും. എല്ലാം കൂടി നമുക്ക് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് എടുക്കാട്ടോ. ഇനി ഇതിലേക്കാണ് നമ്മൾ ഈ ഒരു കടലമാവ് ചേർക്കുന്നത്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൽ തീരെ വാട്ടർ കണ്ടൻറ്റ് ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കടലമാവ് ഇതിലേക്ക് ചേർക്കുന്നത്. അതുപോലെ ഈ ഒരു കോളിഫ്ലവർ പറാത്ത ഉണ്ടാക്കുമ്പോഴും അത് ഈവനായിട്ട് സ്പ്രെഡായിട്ട് വരാനും ഒക്കെ ഈ ഒരു കടലമാവ് ചേർക്കുന്നത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ടേസ്റ്റും ഒന്നും കൂടി കൂടും ഇതുപോലെ കടലമാവ് ചേർത്തിട്ട് തയ്യാറാക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ കടലമാവ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഗോതമ്പ് പൊടി ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഈ ഒരു ആട്ട സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഉരുട്ടിയെടുക്കണേക്കാളും, അതായത് 2 ചപ്പാത്തിയുടെ അളവിലുള്ള അത് ഒരു പറാത്തയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും കേട്ടോ. അപ്പോഴായിരിക്കും നന്നായിട്ട് വരിക. കാരണം അത്യാവശ്യം തിക്നെസ്സും വലിപ്പമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു അളവ് വെച്ചിട്ടൊരു 5 പറാത്ത നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരെണ്ണം ഉരുട്ടിയതിന് ശേഷം ഇതുപോലെ ഗോതമ്പ് പൊടിയിൽ മുക്കിയിട്ട് നമുക്ക് ഇതുപോലെ, ഒന്നില്ലെങ്കിൽ ഞാൻ 2 രീതിയിൽ കാണിക്കാം. ഒന്നില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഇങ്ങനെ നടുഭാഗം ഒന്ന് കുഴിയാക്കി കൊടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വയ്ക്കുക. ഫില്ലിങ് വയ്ക്കുമ്പോൾ എപ്പോഴും കുറച്ച് അധികം വയ്ക്കുക കേട്ടോ. അപ്പോഴായിരിക്കും ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉണ്ടാവുള്ളൂ. അതിന് ശേഷം ഇതുപോലെ ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗങ്ങളും ഒന്ന് ക്ലോസ് ആയിട്ട് വരണം, അത്ര തന്നെ മതി. ആ ഫില്ലിങ് ഒന്ന് നടുഭാഗത്തേക്ക് ഇങ്ങനെ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. പുറത്തേക്ക് വരാത്തൊരു രീതിയിൽ ഇത് നമുക്ക് മുഴുവനായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. കറക്റ്റായിട്ട് തന്നെ അത് റെഡി ആയിട്ട് വന്നോളും. ഇനി നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഗോതമ്പ് പൊടിയിലൊന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം ആ ക്ലോസ് ചെയ്ത ഭാഗം താഴേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് തിക്കായിട്ടും പരത്തണ്ട, അതുപോലെ ഒരുപാട് തിന്നായിട്ടും പരത്തണ്ട. ഒരു മീഡിയം തിക്നെസ്സിലായിരിക്കും ഇതെപ്പോഴും ടേസ്റ്റി ആയിട്ട് വരും. ഒരുപാട് തിക്കായാലും അത്രയ്ക്കൊരു ടേസ്റ്റ് കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ എത്ര വരെ പരത്തണം എന്ന് വെച്ചാൽ ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് പുറത്തേക്കൊന്ന് കണ്ടു തുടങ്ങണം. ആ ഒരു രീതിയിലാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ആ ഒരു തിക്നെസ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആയിട്ട് വരും കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് നമുക്ക് ആ ഒരു ഫില്ലിങ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം പരത്തിയെടുക്കാം. അപ്പോൾ ഒരുമിച്ച് പരത്തി വെച്ചതിന് ശേഷം ചുട്ടെടുക്കുക, അല്ലെങ്കിൽ ഓരോന്ന് ഉണ്ടാക്കിയെടുക്കുക, എങ്ങനെ വേണമെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് ഈ പൂരിയുടെ വലിപ്പത്തിൽ ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഫില്ലിങ് കുറച്ച് കൂടുതൽ ചേർക്കുക, അപ്പോഴായിരിക്കും നന്നായിട്ട് തന്നെ വരിക കേട്ടോ. ഇനി ഇതും നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലോസ് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഈ മോമോസ് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ ഇങ്ങനെ ക്ലോസ് ചെയ്തെടുക്കുക. ഇപ്പോൾ എക്സ്ട്രാ മാവ് ഇങ്ങനെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നിങ്ങൾക്ക് കട്ട് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെയും കളയാവുന്നതുള്ളൂ കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. എങ്ങനെ ചെയ്താലും ഇപ്പോൾ എന്താ പറയുക, 1-2 പ്രാവശ്യമൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും ഇത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നോളും. പിന്നെ ഇതുപോലെയുള്ള പറാത്തകൾ തയ്യാറാക്കണവരാണെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ. കണ്ടില്ലേ, ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ അത് ക്ലോസ് ആയിട്ട് തന്നെ വരും കേട്ടോ. ഇനി വീണ്ടും ഗോതമ്പ് പൊടിയിൽ ഒന്നും കൂടി ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാം. നേരത്തെ പരത്തിയെടുത്തതുപോലെ തന്നെ ഒരു മീഡിയം തിക്നെസ്സിൽ തന്നെ പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചുട്ടെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ 2-3 എണ്ണം ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ എടുത്ത് തുടങ്ങുന്നത് കേട്ടോ. ഇനി ഒരു പാൻ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് പറാത്ത വെച്ച് കൊടുക്കുക. അപ്പോൾ പാൻ എടുക്കുമ്പോൾ എപ്പോഴും നല്ല കട്ടിയുള്ള പാൻ എടുക്കുക കേട്ടോ. ഇനി ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ അത് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് എണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണേനേക്കാളൊക്കെ വെജിറ്റബിൾ ഓയിലായിരിക്കും നന്നായിട്ട് വരിക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യാണെങ്കിൽ ഉപയോഗിക്കാവുന്നതുള്ളൂ. അതിനുശേഷം അത് സ്പൂൺ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം പിന്നെ തിരിച്ച് ഇട്ട് കൊടുത്തിട്ട് അവിടെയും ഇതുപോലെ എണ്ണ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പറാത്തി ആവുമ്പോൾ എണ്ണ സ്പ്രെഡ് ചെയ്യുമ്പോൾ തന്നെയായിരിക്കും നന്നായിട്ട് വരാം. ഇപ്പോൾ ഇത് 2 ഭാഗം ഇതുപോലെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എപ്പോഴും പറാത്തിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുക. ഹൈ ഫ്ലെയിമിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ആ ഒരു പുറം ഭാഗമൊക്കെ കരിഞ്ഞിട്ട് വരും, പക്ഷേ ഉൾഭാഗമൊന്നും കറക്റ്റ് വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോബി പറാത്ത അല്ലെങ്കിൽ കോളിഫ്ലവർ പറാത്ത റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഒരു പറാത്തയാണ്. നമ്മളിപ്പോൾ കോളിഫ്ലവർ അല്ല അത്രയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കും, പക്ഷേ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പറാത്തയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് റൈത്ത, അച്ചാർ അങ്ങനത്തെ കോമ്പിനേഷൻസൊക്കെ മതിയാവും. കറികളുടെ ഒന്നും ആവശ്യമൊന്നും തന്നെ ഇല്ല കേട്ടോ. ഞാനിപ്പോൾ മിക്സ്ഡ് വെജിറ്റബിൾ റൈത്ത ഒക്കെയാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ.
അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ആ ഒരു ഫില്ലിങ് കാര്യങ്ങളൊക്കെ ഈവനായിട്ട് തന്നെ സ്പ്രെഡായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഭാഗത്തേക്ക് മാത്രം അങ്ങനെയൊന്നും വന്നിട്ടൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഒരു പറാത്തയുടെ റെസിപ്പി തന്നെയാണ്. നിങ്ങൾ ഈ ഒരു രീതിയിൽ കോളിഫ്ലവർ പറാത്ത ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിലോ ഒക്കെ കൊടുത്തേക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.